ഹലോ ഗൈസ്, ഇന്ന് എനിക്കൊരു കല്യാണമുണ്ട്. അതുകൊണ്ട് നമുക്കിന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ എടുക്കാം. കൂട്ടത്തിൽ ഞാൻ മുന്നേ ഈ ഡ്രസ്സ് തയ്ച്ചതിൻ്റെ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഒരുപാട് പേര് എനിക്ക് കമൻസിൽ ചോദിച്ചായിരുന്നു, ഈ മെറ്റീരിയലിന് എത്ര രൂപയായി, ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചത്, ലൈനിങ്ങും മെറ്റീരിയലും എല്ലാം കൂടെ വാങ്ങിച്ചതിന് എത്ര രൂപയായി, ഇത് പുറത്തുനിന്ന് തയ്പ്പിക്കുന്നതിന് എത്ര രൂപയാവും എന്നൊക്കെ. അപ്പം അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഞാൻ ഈ മെറ്റീരിയൽ വാങ്ങിച്ചത് തളിപ്പറമ്പ് പരാഗിയിൽ നിന്നാണ്. എനിക്ക് തോന്നുന്നു മൊത്തത്തിലൊരു 2000-നുള്ളിൽ, അതായത് 1900 സംതിങ് ആണ് ഇതിന് മൊത്തത്തിലായിട്ടുള്ള ഒരു പൈസ എന്ന് പറയുന്നത്. ഈ ഒരു മെറ്റീരിയലിന് 1 മീറ്ററിന് 300 സംതിങ് എങ്ങാണ്ടാണ്. പിന്നെ ഞാനിതിൻ്റെ ലൈനിങ് ആണെങ്കിലും ഷോളിനെടുത്ത നെറ്റിൻ്റെ മെറ്റീരിയലൊക്കെ ആണെങ്കിലും ഇച്ചിരി പിശുക്കിയാണ് വാങ്ങിച്ചത്. അതുകൊണ്ടായിരിക്കാം 2000-ൽ ഒതുങ്ങി. ഞാനിതിൻ്റെ മെയിൻ മെറ്റീരിയൽ 5 മീറ്റർ എടുത്തപ്പം ഇതിൻ്റെ ലൈനിങ്ങിനെടുത്ത സാറ്റിൻ മെറ്റീരിയൽ 3 മീറ്റർ എടുത്തുള്ളൂ. പിന്നെ സ്റ്റിഫ്നെറ്റ് 2 മീറ്റർ, അതിൻ്റെ ഉള്ളിൽ വയ്ക്കാനുള്ള കോട്ടൻ്റെ മെറ്റീരിയൽ 3 മീറ്റർ. തുണിത്തരങ്ങൾ എന്നുള്ള നിലയിൽ ഞാൻ ഇത്രയ്ക്കൊക്കെ വാങ്ങിച്ചുള്ളൂ. പിന്നെ ഇതിൻ്റെ ലേസിന് മീറ്ററിന് 20 രൂപ, അങ്ങനെ ഒരു 4.5 മീറ്റർ ആണെന്ന് തോന്നുന്നു വാങ്ങിച്ചു. പിന്നെ ഷോളിന് വേണ്ടിയിട്ട് ഞാൻ നെറ്റിൻ്റെ തുണി നോക്കിയപ്പോഴത്തേക്കും അവരെന്നോട് പറഞ്ഞു 2.25 മീറ്റർ എടുക്കണമെന്ന്. ഞാൻ നോക്കുമ്പോൾ 2.25 മീറ്റർ വീതി കൂടുതലുണ്ട്. അത്രയും വീതി ഷോളിന് വേണ്ട. അതുകൊണ്ട് ഞാൻ 1.5 മീറ്റർ എടുത്തുള്ളൂ. അത് കട്ട് ചെയ്തിട്ടാണ് ഷോൾ ഞാൻ തയ്ച്ചത്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം പറയാം. ഈ മുടി കെട്ടാനും അതിൻ്റെ ചെട കളയാനും എന്നാ ബുദ്ധിമുട്ടാണെന്നറിയാമോ? അതിൻ്റെ ഒക്കെ ഇടയ്ക്ക് ഇമാതിരി പണി കാണിക്കുമ്പം അതിലും ബുദ്ധിമുട്ടാണ്. കണ്ടോ, ക്യൂടെക്സ് മൊത്തം കയ്യിലാക്കി. അതൊക്കെ തൂത്ത് തുടച്ചിട്ട് ഇനിയിപ്പം മുടി കെട്ടാൻ തുടങ്ങും. ഈ ചെടകളയിൽ ഭയങ്കര ടാസ്ക്കാണ്. ഇടയ്ക്ക് ഞാനിത് കളയാതെയാണ് മുടി കെട്ടിക്കൊണ്ട് പോകുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് സൈഡിൽ കൂടെ എന്തോ നടക്കുന്നുണ്ട്. ഇടയ്ക്കൊക്കെ നോക്കിയില്ലെങ്കിൽ എല്ലാം നശിപ്പിക്കും. ഈ മാലയും ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു മാലയും കൂടെ ഞാൻ മീഷോന്ന് വാങ്ങിച്ചതായിരുന്നു 170 സംതിങ് രൂപയ്ക്ക്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇയറിങ്സും ഉണ്ട്. മുന്നത്തെ കല്യാണത്തിന് അത് രണ്ടും ഞാൻ ഇട്ടേ. അതുകൊണ്ട് ഇന്ന് ഇതിൻ്റെ കൂടെ ഞാൻ ഗോൾഡാ പെയർ ചെയ്തേ. അതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു ഒച്ച കേട്ടു. എൻ്റെ വളയെടുത്ത് ജനലിൻ്റെ ഇടയിൽ കൂടെ എറിഞ്ഞതാ. ഭാഗ്യത്തിന് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഈ വിപ്ലവത്തിൻ്റെ ഇടയിൽ കൂടെ ഞാനൊന്ന് ഒരുങ്ങി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വള ഇനി പോയി പറമ്പിൽ നിന്ന് എടുത്തോണ്ട് വരണം. ഷോളിൻ്റെ മെറ്റീരിയൽ 1.5 മീറ്റർ എടുത്തുള്ളത് കൊണ്ട് തന്നെ നടുക്കൊരു കട്ട് വന്നായിരുന്നു. ആ കട്ട് വൃത്തികേടായിട്ട് തോന്നിയപ്പം ആ കട്ട് ഞാൻ 2 എടുത്തോട്ടും ആക്കി. 2 എടുത്തത് മഹാവൃത്തികേടായി തോന്നിയപ്പോഴാണ് ഷാളിൻ്റെ മെറ്റീരിയൽ കുറച്ച് ബാക്കി വന്നതേക്കൂട്ട് ഞാൻ അതിൻ്റെ അകത്ത് എന്തോ പണി പണിതത്. അപ്പോൾ ഒരു ഭംഗിയൊക്കെ തോന്നി. അങ്ങനെ ടോട്ടൽ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട് ഗൈസ്. എങ്ങനെയുണ്ട്? ചെന്നതേ ഭക്ഷണം കഴിക്കാനായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. സമയം 2-2:30 ആയേ. പിന്നെ ചെറുക്കനെ പെണ്ണിനെയും കണ്ട് ഒരു ഫോട്ടോയൊക്കെ എടുത്ത് ഒരു പാട്ടൊക്കെ അങ്ങ് പാടി ഞങ്ങളങ്ങ് തിരിച്ചു പോന്നു. നല്ല കല്യാണമായിരുന്നു.